നമസ്കാരം. ആദിത്യൻ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന കാലത്തെ മിഥുനമാസം എന്ന് പറയുന്നു. മകീരം, തിരുവാതിര, പുണർദം എന്നീ 3 ഞാറ്റുവേലകൾ മിഥുനമാസത്തിൽ സംഭവിക്കുന്നുണ്ട്. മിഥുനം 1 ശനിയാഴ്ച ഉത്രം നക്ഷത്രമാകുന്നു. മിഥുനം 31 തീയതികളുണ്ട്. മാസാവസാനം വരുന്നത് അഥവാ മാസാവസാന ദിവസം വരുന്നത് ജൂലൈ 15 ചോതി നക്ഷത്രമാണ് ഇന്നേ ദിവസം, അതായത് ജൂലൈ 15 ചോതി നക്ഷത്രമാകുന്നു. മിഥുനം 7, 8 തീയതികളിൽ വെളുത്തവാവും 21 കറുത്തവാവും വരുന്നതാകുന്നു. ചൊവ്വ മേടം രാശിയിൽ സഞ്ചരിക്കുകയാണ്. മിഥുനം 28 ഇടവം രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നു. ബുധൻ മിഥുനം 15 വരെ മിഥുനം രാശിയിലാകുന്നു. അതിനാൽ തന്നെ ഏതാണ്ട് അതുവരെ ബുധന് മൗഢ്യാവസ്ഥയുമുണ്ട്. തുടർന്ന് കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നതുമാകുന്നു. ശുക്രൻ മിഥുനം 22 വരെ മിഥുനത്തിലുണ്ട്. ഇടവ മാസത്തിൽ തുടങ്ങിയ ശുക്രന്റെ മൗഢ്യാവസ്ഥ മിഥുനം 24 വരെ നീളുന്നു. ശേഷം ശുക്രൻ കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നതാകുന്നു. വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിലും ശനി കുംഭം രാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിലുമായി സഞ്ചരിക്കുകയാണ്. രാഹുവും കേതുവും മീനം രാശിയിൽ തുടരുന്നു. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് ഈ മാസം മിഥുനമാസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസങ്ങളാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. വിശേഷാൽ മാസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാകുന്നു. ആദിത്യൻ സഹായ സ്ഥാനത്തിലേക്ക് കടക്കുന്നതിനാൽ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ ഫലം വന്നു ചേരുന്നതായ സമയമാകുന്നു. അംഗീകാരങ്ങൾ, പ്രശസ്തി എന്നിവ വന്നു ചേരും. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ ലഭിക്കാം. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചൊവ്വ ജന്മനക്ഷത്രത്തിൽ നിന്നും മാറുന്നു എന്നതും തടസ്സങ്ങളെ മറികടക്കുവാൻ സഹായകരമാകുന്നു. ഈ സമയം തീർച്ചയായും ആരോഗ്യപരമായ കാര്യങ്ങളും അനുകൂലം തന്നെയാണ്. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഏതൊരു കാര്യത്തിലും ഉയർച്ച വന്ന് ചേരാവുന്നതായ സമയമാകുന്നു. കലാകാരന്മാർക്കും അനുകൂലമാണ് സമയം. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ശുഭകരമായ ഫലങ്ങൾ, നല്ല ഫലപ്രാപ്തി പ്രതീക്ഷിക്കാവുന്നതായ സമയം കൂടിയാണ് ഇത്. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം. ആഗ്രഹിക്കുന്നതായ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഈ സമയം പൊതുവെ നോക്കുകയാണ് എങ്കിൽ ശുഭകരമാണ് നിങ്ങൾക്ക് സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയം പരമശിവനെയും അതേപോലെ ഇഷ്ടദേവതയെയും കൂടാതെ ദേവിയെയും അഥവാ ഭദ്രകാളിയെയും ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാകുന്നു. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 12ലും ജന്മരാശിയിലും വ്യാഴം, ആദിത്യൻ എന്നിവ സഞ്ചരിക്കുന്നതായ സമയമാകുന്നു. ബുധ, ശുക്രന്മാർ ജന്മരാശിയിലുമുണ്ട്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് സമയം എന്ന് തന്നെ നിസ്സംശയം പറയാം. സുഹൃത്ത് സംഗമം വന്നു ചേരാം. കൂടാതെ പ്രണയ അഭിവൃദ്ധി അഥവാ പ്രണയവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഭാവിയിലേക്ക് പ്രയോജനം ചെയ്യുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഏതെങ്കിലും വസ്തുക്കൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വസ്തുവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ആഡംബരപരമായ വസ്തുക്കൾ ഈ സമയം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ, വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ പാരിതോഷികമായും ഇത്തരം കാര്യങ്ങൾ ലഭിക്കാവുന്നതാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇവ മറികടക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ വിജയങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വാഹനവുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പൊതുവെ ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാകുന്നു. തീർച്ചയായും ഈ സമയം പരമശിവനെയും ഇഷ്ടദേവതയെയും ഭദ്രകാളി ദേവിയെയും ആരാധിക്കുന്നതും ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്.
പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമാണ് സമയം. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്ന് ലഭിക്കുന്നതാകുന്നു. മറ്റ് ജോലികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വസ്തുവിൽപ്പനകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ അലച്ചിലുകൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. അധ്വാനഭാരം വർദ്ധിക്കും എങ്കിലും അനുകൂലമായ ഫലം, പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. ഈ സമയം പ്രത്യേകിച്ചും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഏതൊരു കാര്യത്തിനും സ്തംഭനാവസ്ഥ ഉണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിക്കും. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ പുലർത്തണം. എന്നിരുന്നാലും ആരോഗ്യകാര്യത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പൂർവികരുമായി ബന്ധപ്പെട്ട അഥവാ പൂർവിക സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ബിസിനസ്, തൊഴിൽ മേഖല തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില തടസ്സങ്ങളുണ്ടാകും. എന്നിരുന്നാലും അവയെ തരണം ചെയ്ത് അനുകൂലമായ കാര്യങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ ഒരു മാസമാകുന്നു. പരമശിവനെയും ഇഷ്ടദേവതയെയും അതേപോലെ ഭദ്രകാളി ദേവിയെയും ആരാധിച്ച് ഈ മാസം മുന്നോട്ട് പോകുന്നത് സർവ്വ ഈശ്വരപ്രദം തന്നെയാകുന്നു. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 3 ഗ്രഹങ്ങൾ 11ാം ഭാവമായ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട്. ന്യായമായ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിർവിഘ്നം നടന്നു കിട്ടും എന്ന കാര്യം ഓർക്കുക. പഠനവുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതായത് വിവാഹ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം പിണക്കം മറന്ന് നിങ്ങൾക്ക് ഒത്തുചേരുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. അതായത് ദമ്പതികൾക്ക് പിണക്കങ്ങളുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുവാൻ സാധിക്കും. പാരിതോഷികമായ വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ ഈ മാസമുണ്ട്. അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ ലഭിക്കാം. കൂടാതെ സ്ഥാനക്കയറ്റം, വേതന വർധനവ് എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമാകാം. വ്യാപാരവുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വരുമാന വർധനവ് പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുക. ഈ സമയം തീർച്ചയായും നിങ്ങൾ പരമശിവനെയും ഇഷ്ടദേവതയെയും ഭദ്രകാളി ദേവിയെയും ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. വന്നു ചേരുന്ന തടസ്സങ്ങളെ പോലും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. പല രീതിയിലുള്ള പരിശ്രമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഔദ്യോഗിക രംഗം അല്ലെങ്കിൽ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ശോഭനമാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. തൊഴിൽ തേടുന്നവർക്ക് അർഹമായ അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിനോടൊപ്പം ദിശാബോധം വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കുവാനും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും സാധിക്കും. ഏതൊരു വ്യക്തിയിൽ നിന്നും പിന്തുണ ലഭിക്കുന്നതായ സമയമാണ് ഇത് എന്ന കാര്യവും ഓർക്കുക. എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടുള്ളതല്ല. സാമ്പത്തിക സഹായങ്ങൾ, സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരാം. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ചില തടസ്സങ്ങളുണ്ട് എങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുവാനും സാധിക്കും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഹൃദയ ഐക്യം പുലരുന്നതായ സമയമാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതായ ഒരു സമയം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പരമശിവനെയും അതേപോലെ ഇഷ്ടദേവതയെയും ഭദ്രകാളി ദേവിയെയും ആരാധിക്കുന്നതും ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും സർവ്വ ഈശ്വരപ്രദം തന്നെയാണ്. വന്നു ചേരുന്ന തടസ്സങ്ങളെ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായാണ് എങ്കിൽ പോലും ഉയർച്ചയുണ്ടാകുന്നതായ സമയമാകുന്നു. നിങ്ങൾക്ക് പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്.
സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുകയും അത് പ്രശംസ നേടുവാൻ സഹായകരമായി തീരുകയും ചെയ്യും. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ആഗ്രഹിക്കുന്നതായ പല വസ്തുക്കളും നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും. ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നവസംരംഭങ്ങൾ തുടങ്ങുവാൻ ഗ്രഹാനുകൂല്യമുണ്ട് എന്നതും എടുത്തു പറയേണ്ടതായ കാര്യം തന്നെയാകുന്നു. തീർച്ചയായും ഈ സമയം നിങ്ങളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രശസ്തി നേടുവാനോ സാധിക്കും. ചിട്ടി, നിക്ഷേപം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, ആദായം ഉയരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെ പൂർണ്ണമായും വിശ്വസിക്കുന്നതിലൂടെ നഷ്ടങ്ങൾ സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും തടസ്സങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ഇവർ പരമശിവനെയും ഇഷ്ടദേവതയെയും ഭദ്രകാളി ദേവിയെയും ആരാധിക്കുകയും ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശുഭകരം തന്നെയാകുന്നു. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കൂടാതെ ഈ സമയം തൊഴിൽ ഉപേക്ഷിച്ച് പുതിയ തൊഴിൽ തേടുന്നതിൽ വിജയങ്ങൾ കാണും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഏതൊരു വ്യക്തിയിൽ നിന്നും സഹകരണം ലഭിക്കുന്നതായ സമയമാകുന്നു. തൊഴിൽ സമ്മർദ്ദങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം ചുമതലകൾ നിർവഹിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. അത് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നത് തന്നെയാകുന്നു. നിങ്ങൾക്ക് ആവശ്യങ്ങൾക്കുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം യാത്രകളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. യാത്രാ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂടാതെ ദാമ്പത്യ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ പോംവഴി കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. ഈ സമയം പൊതുവെ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അല്പം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. തൊഴിൽ ലഭിക്കുവാനും തൊഴിലിൽ ഉയർച്ച നേടുവാനും ധനപരമായ ചില നേട്ടങ്ങൾക്കും ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക. അത്തരത്തിൽ ധനം വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഈ സമയം ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നതും പരമശിവനെയും ഭദ്രകാളി ദേവിയെയും ആരാധിക്കുന്നതും ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശുഭകരം തന്നെയാകുന്നു. തീർച്ചയായും വന്നു ചേരേണ്ട തടസ്സങ്ങളെ പോലും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം മിഥുനമാസം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. ശത്രുക്കളെ പോലും നിങ്ങൾക്ക് സമർത്ഥമായി പ്രതിരോധിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം 6ാം ഭാവത്തിലെ ചൊവ്വ സ്വാശ്രയ തൊഴിലുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സഹായകരമായി തീരും. ഉയർച്ചയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ബിസിനസ് വിപുലീകരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ഭവിക്കാം. ഭൂമിയുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കാം. ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കുക. പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ നടക്കണം എന്നില്ല. എന്നിരുന്നാലും തടസ്സങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾ പല രീതിയിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ചില ടെൻഷനുകൾ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ശുഭകരം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള കലഹങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം. ചില തടസ്സങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിക്കുവാൻ സാധിക്കും. എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ, ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാനും സാധിക്കും എന്ന കാര്യം ഓർക്കുക. പരമശിവനെയും ഇഷ്ടദേവതയെയും ഭദ്രകാളി ദേവിയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക.
ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. സന്തോഷകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. കൂടാതെ ഈ സമയം പല നിലപാടുകൾ കൈക്കൊള്ളുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. കൂടാതെ ഈ സമയം പഠനാവസരം നിങ്ങൾക്ക് അനുകൂലമായി തീരും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് സമയം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കർമ്മരംഗത്തെ പല എതിർപ്പുകളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം ദിശാബോധത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാകുന്നു. ഈ സമയം പ്രധാനമായും വന്നു ചേരുന്ന അനുകൂലമായ കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടതാകുന്നു. തൊഴിൽപരമായുള്ള തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പല തടസ്സങ്ങളും ഒഴിഞ്ഞ് ധനപരമായ നേട്ടങ്ങൾക്ക്, സന്തോഷകരമായ നിമിഷങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യം ഈ സമയം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഈ സമയം ഇഷ്ടദേവതയെയും പരമശിവനെയും ഭദ്രകാളി ദേവിയെയും ആരാധിക്കുന്നതും ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വ്യക്തി സ്വാധീനം അത് എല്ലാ മേഖലകളിലും ഉയരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ചുമതലകൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിക്കുവാനും അംഗീകാരങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കും. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സ്വപ്നങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അതായത് പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുവാനോ അനുകൂലമാക്കുവാനോ സാധിച്ചു എന്ന് വരാം. ലഭിക്കേണ്ടതായ അനുമതി രേഖകൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം സാമ്പത്തിക ലാഭം ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. എന്നാൽ ചെലവിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ആരോഗ്യ കാര്യത്തിലും അല്പം ശ്രദ്ധ പുലർത്തുക. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങൾ, കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോവുക തുടങ്ങിയ കാര്യങ്ങൾക്കും അനുകൂലമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പൊതുവെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. എന്നാൽ ഈ സമയം പരമശിവനെയും ഭദ്രകാളി ദേവിയെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതാണ് ശുഭകരം. ഈ ദേവതാ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രനാഥനായ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായി തുടരുന്നതിനാൽ സ്വശക്തി വർദ്ധിക്കും. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ആത്മബലം വർദ്ധിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതൊരു കാര്യത്തിലും ഉണർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കും. ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. ഏതൊരു കാര്യത്തിലും പിറകോട്ട് പോകില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ പ്രവർത്തിക്കുക. വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. എതിർപ്പുകളെ തരണം ചെയ്യുവാൻ സാധിക്കും. തൊഴിൽപരമായ പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രധാനമായും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, സഹപ്രവർത്തകർ, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. ശക്തമായ പിന്തുണ പലപ്പോഴും ലഭിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് വിഷമങ്ങളിൽ ചേർത്ത് പിടിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഉണ്ടാകും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ്. ധനപരമായ നേട്ടങ്ങൾ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും അതേപോലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. എന്നാൽ ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചെലവ് അല്പം വർദ്ധിക്കാം. ആരോഗ്യ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തുക. ഈ സമയം പരമശിവനെയും ഭദ്രകാളി ദേവിയെയും ഇഷ്ടദേവതയെയും ഭജിക്കുന്നതും ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും
പരമശിവനെയും അതേപോലെ തന്നെ ഭദ്രകാളി ദേവിയെയും ഇഷ്ടദേവതയെയും ഭജിക്കുന്നതും ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. പരമശിവന് ധാരയും പിൻവിളക്കും കൂവളമാലയും സമർപ്പിക്കുന്നതും വഴിപാടായി നടത്തുന്നതും കൂടാതെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ്. ഈ വഴിപാടുകൾ നടത്തി ഈ മാസം മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം.